നമ്മൾ പണ്ട് 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 ചെയ്തൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ആ കുളിരും ആ അനുഭവമൊന്നുമില്ല. അതൊരു പ്രത്യേക ഒരു അനുഭവമല്ലേ. അതൊന്നും ഇപ്പോഴില്ല. എന്നാലും എൻ്റെ അമ്മേ ഇത് പ്ലാസ്റ്റിക് അല്ല, വേസ്റ്റ് അല്ല. ഇത് കൊതു. പിന്നെ പച്ചക്കറിക്ക് ചാരം ഇടൂലേ നമ്മളെ നാട്ടിൽ ചാരമല്ല, വെണ്ണീര്. പച്ചക്കറിക്ക് വെണ്ണീര് ഇടൂലേ, ആ പരിപാടി. കുറേ ദിവസമായി അമ്മ ഇങ്ങനെ വെണ്ണീരാക്കിത്താന്ന് പറയുന്നു. അപ്പം അതിന് നമുക്ക് ലീവ് ദിവസം അല്ലാണ്ട് അതെല്ലാം പറ്റുമോ? പിന്നെ ഞാൻ ഇന്നൊരു യാത്ര പോകാനിരുന്നതായിരുന്നു. അത് വേറൊരു സാങ്കേതിക കാരണം കൊണ്ട് അത് ഡിലേ ആയിട്ടുള്ള. എനിക്കൊന്ന് തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിപ്പോൾ തൽക്കാലം ടിക്കറ്റ് ക്യാൻസലാക്കേണ്ടി വന്നു. ഈ അനുഭവം ഉള്ളവരെല്ലാം പറയണേ അല്ലേ. എല്ലാവർക്കും ഒരുപാട് പിന്നെ അനുഭവവും പ്രശ്നങ്ങളെല്ലാം പറയാനുണ്ടാവും. പക്ഷെ ആരും പറയുന്നില്ല. പറയാത്തതിൻ്റെ കാരണമുണ്ട്. എന്താണെന്നറിയോ? സമൂഹത്തിനെ പേടിച്ചിട്ട്, പിന്നെ കുടുംബം പേടിച്ചിട്ട്, നാട്ടുകാരെ അറിയുമെന്ന് പേടിച്ചിട്ട്, അങ്ങനെയെല്ലാം എല്ലാവരും പറയാത്തത്. എനിക്കങ്ങനെ പേടിയില്ല. വിവരമില്ലാത്ത സമയത്ത് പേടിയില്ല. വിവരം വെച്ചേരം അനുഭവം കൊണ്ടും പേടിയില്ല. സാഹചര്യമാണല്ലോ കള്ളനാക്കുന്നത് അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ ആരും ഒന്നും അല്ല അല്ലേ. ആരും ജനിക്കുമ്പോൾ കള്ളനായിട്ടോ വേശ്യയായിട്ടോ, വേശ്യ മീൻസ് വേശ്യ നമ്മളങ്ങനെ പറഞ്ഞുകൂടാന്നാ പറയുന്നത്. ഇപ്പം അതെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിലും മാപ്പ്. നമ്മളങ്ങനെ ജന്മന ആരും അല്ല. നമ്മൾ പിന്നെയാണ് അങ്ങനെയല്ല ആവുന്നത്. നമ്മളങ്ങനെ മുദ്ര കുത്തപ്പെടുന്നതാണ്. നമ്മളങ്ങനെ ആയിട്ടല്ല, നമ്മളെ ചിലരങ്ങനെ മുദ്ര കുത്തപ്പെടുന്നതാണ്. അപ്പോൾ ഏത് തൊഴിലിനെയും ബഹുമാനിക്കുക, ഏത് വ്യക്തിനെയും ബഹുമാനിക്കുക. ഇന്നത്തെ വീഡിയോ എന്തായാലും എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് വളരെ ആപ്റ്റായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നതെന്നറിയാം. പിന്നെ ഞാനിപ്പോൾ ഒരു വലിയ പിന്നെ പുകമറേൻ്റെ ഉള്ളിലുള്ള അത് നീക്കി എനിക്ക് പുറത്തേക്ക് വരണം. അതൊക്കെ കാലം തെളിയിക്കും. എന്നാലും ഞാൻ അതിലുള്ള ഈ തീയാണ് ഉള്ളിൽ, ഈ തീ കനലുണ്ട് ഉള്ളിൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ആ പുകമറയെല്ലാം മാറി തീ ആയിട്ട് വരും എന്ന് വിചാരിക്കുന്നു. തീ ആയിട്ട് വന്ന് ആ തീക്ക് ഇടും. കനൽ അവിടെ തന്നെ ഉണ്ടാവും. കനൽ അവിടെ തന്നെ ഉണ്ടാവും. ഒരിക്കലും കെടാത്ത കനലുള്ളിലുണ്ടാവും. അതിൽ കുറേ ആളും ഉണ്ടാവും. ആ കെടാത്ത കനലിൽ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതാണ് ഇന്ന് നിങ്ങൾക്ക് രാവിലെ തന്നെ തരാനുള്ളൊരു മെസ്സേജ്. ഈ പുകമറ സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം.
ഈ പുകമറിയെല്ലാം മാറുന്നൊരു ദിവസമുണ്ട്. എന്ത് തന്നെ ഈ ലോകത്ത് സംഭവിച്ചാലും കനൽ കനലായിട്ട് തന്നെ കിടക്കും. കൊളുത്താൻ എളുപ്പമാണ്, കെടുത്തൽ അത്ര എളുപ്പമല്ല. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? കൊളുത്താൻ എളുപ്പമാണ്, കെടുത്താൻ അത്ര പ്രശ്നമല്ല. നിങ്ങൾ കെടുത്തിയാലും അത് കാലം കെടുത്തൂല. എൻ്റെ മനസ്സിലത് കനലായിട്ട് തന്നെ ഉണ്ടാവും. നമ്മളെ കനലെരിയുന്ന പ്രവൃത്തിക്ക് നമ്മൾ നിൽക്കാതിരിക്കാം. മറ്റൊരാളെ ദേഹത്ത് കനലിടാതിരിക്കാം. കനലിട്ട് കഴിഞ്ഞാൽ അത് തീയായി മാറും, പുകയായി മാറും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇന്ന് രാവിലെ ഒരു പ്രവർത്തിച്ച് കാണിച്ച ഒരു ദിവസമാണ്. എപ്പോഴും സംസാരമല്ലേ. ഇന്ന് എൻ്റെ ഉള്ളെന്താണെന്നും എനിക്ക് എത്രത്തോളം പുകയെന്ന് പുറത്ത് വരണമെന്നും കനലായി തന്നെ കിടക്കുന്നും ഇവിടെ മാവ് പൂത്തിട്ടുണ്ട്, അതിനൊക്കെ ഇത് പാരയാവുമെന്നറിയില്ല. മൊത്തം പാരേൻ്റെ കാലമല്ലേ. ഈ ഒരു പാരയാണെങ്കിൽ അങ്ങനെ ഒരു പാരയാവട്ടെ. ഇത് തൽക്കാലം അമ്മക്കുള്ളൊരു സഹായമാണ്. പക്ഷെ എൻ്റെ ഉള്ളിലെ തീ പറയാനുള്ളൊരു ദിവസം കൂടിയായിട്ട് മാറി. അതിൻ്റെ ഒപ്പം മനസ്സിനൊരു സമാധാനം. പിന്നെ നമുക്ക് നല്ല വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക. പിന്നെ പാമ്പൊക്കെ വന്നുകൂടും. അതിനുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടിയായി. മനസ്സിലെ എന്തെങ്കിലും ഒരു നമുക്ക് മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടി. പറയുമ്പോൾ പോയി കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എനിക്ക് പറയാനുള്ളത് പറയാനും കാണിക്കാനുള്ളത് കാണിക്കാനും വേണ്ടി തന്നെ തുടങ്ങിയതാണ്. അപ്പം ശരിക്കും അതന്നെ, പറയാനുള്ളത് പറയണം. പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് ലൈഫിൽ കേട്ടു. ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ എന്നുള്ള നിലയിൽ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇനി അത് ചെയ്യുക. കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു എന്ന് കേൾക്കുന്നു. ഇനി അത് കാണിക്കുക. പിന്നെ ശത്രുക്കളെ സധൈര്യം നേരിടുക. പിന്നെ ശത്രുക്കളും ഒറ്റപ്പെടുത്തലെല്ലാം ജീവിതത്തിൽ മസ്റ്റാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എനർജി കിട്ടും. അതൊരു ഭയങ്കര എനർജിയാണ്. നമ്മൾ വീട് കെട്ടും, കല്യാണം കഴിക്കും, മോളെ കല്യാണം കഴിപ്പിക്കും, മക്കളെ പഠിപ്പിക്കും. ഭയങ്കരമായിട്ട് ചെറുപ്പം നിലനിൽക്കും. കാരണം മറ്റുള്ളവരെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ. നമുക്ക് ഈ ശത്രുക്കൾ കൂടുന്തോറും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നിങ്ങളെ അറിയാത്തതുകൊണ്ടാണ്. അപ്പം ആരും കണ്ടാൽ ചിരിക്കരുത്, മിണ്ടരുത്, മാക്സിമം ഒറ്റപ്പെടുത്തുക. അന്നേരം നമുക്കൊരു കൂടുതൽ എനർജി കിട്ടുന്നു ലൈഫിൽ. അതൊരു മെയിൻ ഘടകമാണ്. നമുക്ക് പൈസ കൊടുത്താൽ കിട്ടൂല, രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കിട്ടൂല, അല്ലെങ്കിൽ സ്വാധീനം മേലെ 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 സ്വാധീനം ഉണ്ടെങ്കിലൊന്നും നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് മനസ്സമാധാനം.
നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പൊരുതാനുള്ളൊരു ഊർജ്ജവും നല്ലൊരു കോൺഫിഡൻസും ഒക്കെ കിട്ടും. പിന്നെ അത് നമ്മൾ നേടിക്കഴിയുമ്പോൾ നമുക്ക് ലോകത്തില്ലാത്ത പൈസ കൊടുത്താൽ കിട്ടാത്തൊരു മനസ്സമാധാനം കിട്ടും. അപ്പം മാക്സിമം എല്ലാവരും പുകയെന്ന് തീയായിട്ട് ഇതാ ഈ ഒരു തീയായിട്ട് വരണം, ഇങ്ങനെ വരണേ എല്ലാവരും. നാളത്തെ ലൈഫ്, എല്ലാവരും ജീവിതം ഇങ്ങനെ ആളിക്കത്തി